ഹായ് ഫ്രണ്ട്, ടെക് ബോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4K വരെ സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് TV ബോക്സ് ആണ്. വീട്ടിൽ വൈഫൈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാ വീടുകളിലും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഈ ബോക്സ്. MXQ 4K 5G എന്നാണ് ഈ ബോക്സിന് പേര് വരുന്നത്. സാധാരണ CRT ടൈപ്പ് TV ഉള്ളവർക്ക് വരെയും ആൻഡ്രോയിഡ് TV ആക്കാനായിട്ട് ഈ ബോക്സ് കൊണ്ട് സാധിക്കുന്നതാണ്. ആൻഡ്രോയിഡ് വെർഷൻ 10 ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 2 GB റാമും 16 GB ഇൻ്റർണൽ മെമ്മറിയും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അത്യാവശ്യം ഓപ്ഷൻസൊക്കെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 2D 3D ഗെയിംസ് ഒക്കെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. വൈഫൈ വേർഷൻ വരുന്നത് 2.4 GHz ആണ്. അതിൽ നമുക്ക് HDMI വഴി 720 പിക്സൽ മുതൽ 4K 2160 പിക്സൽ വരെ വീഡിയോ പ്ലേബാക്ക് ഇതിൽ സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. മൊബൈലിലുള്ള നെറ്റ്വർക്ക് ഹോട്ട്സ്പോട്ട് വഴി ഇതിലേക്ക് കണക്ട് ചെയ്യാനും മിറാകാസ്റ്റ് വഴി മൊബൈലിലുള്ള അതേ ദൃശ്യങ്ങൾ TVയിലേക്ക് പ്രദർശിപ്പിക്കാനും ഇതുവഴി സാധിക്കും. അതുകൂടാതെ പെൻ ഡ്രൈവുകളോ ഹാർഡ് ഡിസ്കുകളോ മെമ്മറി കാർഡൊക്കെ ഉപയോഗിച്ച് ഇതിൽ നമ്മുടെ മൊബൈലിലെടുത്ത വീഡിയോസും മറ്റുമൊക്കെ പ്ലേ ചെയ്യാനും മ്യൂസിക്കുകൾ ആസ്വദിക്കാനും മൊബൈലിലെടുത്ത ഫോട്ടോസുകൾ പ്ലേ ചെയ്യിക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ 4K അൾട്രാ HD ബോക്സ് ആണ്. എടുക്കുമ്പോൾ തന്നെ അറിയാം വളരെ സ്ലിമ്മുമാണ്. ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള വലിപ്പമേ ഉള്ളൂ. വളരെ സ്ലിമ്മും മാത്രമല്ല വെയ്റ്റും വളരെ കുറവാണ്. ഇനി നമുക്കിതിൻ്റെ കണക്ടിവിറ്റീസൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് USB പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ്. ഒരു SD കാർഡ് അഡാപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ USB കണക്ടിവിറ്റി 1, 2, 3 മൊത്തം 4 USB കണക്ഷൻസ് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് മൗസ്, കീബോർഡ് അതേപോലുള്ള ആക്സസറികളും ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് SDPI ഓഡിയോ ഔട്ട്, ഡിജിറ്റൽ ഓഡിയോ ഔട്ട് ഉണ്ട്. വളരെ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഡിജിറ്റൽ ഓഡിയോ ഔട്ട്. പിന്നെ AV എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ CRT TVയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സാധാരണ TVകൾ ഇത് കണക്ട് ചെയ്ത് നമുക്ക് TVകൾ ആൻഡ്രോയിഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ HDMI 4K വരെ സപ്പോർട്ട് ചെയ്യുന്ന HDMI കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ എതർനെറ്റ് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്റർ, നമ്മുടെ 5 വോൾട്ട് അഡാപ്റ്റർ കുത്താനുള്ള കണക്ടിവിറ്റീസുമാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് റിമോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റിമോട്ട് വരുന്നത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി റിമോട്ട് തന്നെയാണ്. എല്ലാ ഓപ്ഷനും ഇതിൽ അത്യാവശ്യം എല്ലാ ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. TV കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നെ വരുന്നുണ്ട്. TVയുടെ കൺട്രോളും ഇതിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ്. എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇതിൽ പിന്നെ വരുന്നത് HDMI കേബിൾ വരുന്നുണ്ട്. HDMI കേബിൾ 4K വരെ സപ്പോർട്ട് ചെയ്യുന്ന HDMI കേബിളാണ്. നല്ല ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ്. അധികം നീളം ഇല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെയുള്ള HDMI കേബിൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നുള്ള ഒരു അഡാപ്റ്ററും കൂടെ മാത്രമേ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. നമുക്ക് CRT TVയിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾ ഇതിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് വന്നിട്ടില്ല. ഇത് സാധാരണ സെറ്റ് ബോക്സിനൊക്കെ വരുന്ന പോലത്തെ പിന്ന് ആണ് ഇതിനും വരുന്നത്. 5 വോൾട്ട് അഡാപ്റ്ററാണിത്. 5 വോൾട്ടിലാണ് ഈ ബോക്സ് വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ട് DCയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ചെറിയ രീതിയിൽ എല്ലാം കൊടുത്തിട്ടുള്ള യൂസർ മാനുവൽ തന്നെയാണ്. നമുക്കിതിൻ്റെ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഫേസ്ബുക്ക്,
പിന്നെ ഗെയിമുകൾ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഗെയിമുകൾ, എയർ പ്ലേ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ 5.1 ഫയലൊക്കെ കറക്റ്റായിട്ട് ഡിജിറ്റൽ വഴി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയതാണ്, 2 മാസമായി ഉപയോഗിക്കുന്നു. ചെറിയൊരു ലാഗ് നെറ്റ് കണക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടെന്നുള്ളത് വേറെ ഒരു കുഴപ്പവും ഇതിനില്ല. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സാധാരണ ടി വി വരെയും ആൻഡ്രോയിഡ് ടി വി ആയിട്ട് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ആമസോണിൽ ഇതിൻ്റെ വില 2100 രൂപയാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ആവശ്യമുള്ള കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വിടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ.